അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് ലുലു മാളിൻ്റെ മുന്നിലാട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ജോർജിയയിൽ നിന്ന് നാട്ടിലേക്ക് വന്നിട്ട് ഇപ്പോൾ 2 മാസം തികഞ്ഞു. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാസിലിൻ്റെ കല്യാണം കൂടിയിട്ടൊരു 10-15 ദിവസം കൊണ്ട് പോകാമെന്ന് പ്ലാൻ ചെയ്ത് വന്നതാണ്. പക്ഷേ നാട്ടിലേക്ക് എങ്ങനെ വന്നു കഴിഞ്ഞാൽ ചെക്കന്മാരായ ഒരു വൈബും കാര്യങ്ങളും കൊണ്ട് തിരിച്ചു പോകാൻ തോന്നലില്ല. അങ്ങനെ ഇപ്പോൾ നീണ്ട് ഇപ്പോൾ 2 മാസമായി. അപ്പോൾ ഞാൻ നാളെ പോകാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോഴാണ് ഞാൻ ഒരു കാര്യം ആലോചിച്ചത്, ഞാൻ ഈ ഒരു വ്ളോഗ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹർഷിൻ നബീലും ജോർജിയയിലേക്ക് വന്ന ടൈം നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും. അപ്പോൾ ഹർഷിൻ നബീലും ജോർജിയയിലേക്ക് വന്ന ടൈമിന് എന്നോട് വിളിച്ചിട്ട് പറഞ്ഞ് ഞങ്ങൾ ജോർജിയയ്ക്ക് വരുന്നുണ്ട്, അപ്പോൾ എനിക്ക് എന്തുകൊണ്ട് അത് വ്ളോഗും കാര്യങ്ങളൊക്കെ എടുത്തുകൂടാ, വ്ളോഗ് എടുത്തു കഴിഞ്ഞാൽ എന്തായാലും അപ്പോൾ റീച്ചിനോ പൈസക്കോ ഇതിന് വേണ്ടിയിട്ടൊന്നുമല്ല, എന്നാലും എനിക്ക് വെറുതെ ഒരു കണ്ടന്റ് എന്നുള്ള രൂപത്തിൽ നമുക്ക് എടുത്താണ് മെമ്മറീസ് ആക്കി കണ്ട് അതിൽ യൂട്യൂബ് തന്നെ ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ തുടങ്ങിയതാണ്. അപ്പോൾ ഹർഷിയാണ് അത് മുൻകൈ എടുത്തുകൊണ്ട് വ്ളോഗ് ഉണ്ടാക്കി തരലും അതിന് നമുക്ക് വേണ്ടിയ ബാക്കി ഡീറ്റെയിൽസ് ആഡ് ചെയ്യലും അതിൻ്റെ ഇപ്പോൾ ഇന്ത്യയിലാണ് നമ്മൾ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ പാൻ കാർഡ് മറ്റേ ബാങ്ക് അക്കൗണ്ട് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ലിങ്ക് ചെയ്യണം, ആഡ്സെൻസ് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യണം, അതൊക്കെ അർഷിയാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തന്നത്. അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് തിരിച്ച് പോകുന്നതിൻ്റെ മുന്നോടിയായിട്ട് ഞാൻ അർഷിക്കും അനാനും നബീലിനും ഒരു ഗിഫ്റ്റ് കൊടുക്കണമെന്നുണ്ടേനി. കാരണം എന്തൊന്നുമല്ല, നമ്മളിപ്പോൾ എപ്പം വ്ളോഗ് എടുക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എപ്പോൾ പുറത്ത് പോകുകയാണെന്നുണ്ടെങ്കിലും അർഷേ അതൊന്ന് വ്ളോഗ് എടുത്താൽ അല്ലെങ്കിൽ നബീൽ അതൊന്ന് വ്ളോഗ് എടുത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മടിയില്ലാതെ വ്ളോഗ് എടുക്കാനും കാര്യത്തിനും നമ്മളുടെ കൂടെ വന്നിരുന്ന ആൾക്കാരാണ് അർഷിൻ നബീലൊക്കെ. അപ്പോൾ ഈ ജനുവരി 26-നാണ് എനിക്ക് യൂട്യൂബിൻ്റെ ഫസ്റ്റ് റവന്യൂ കിട്ടിയത്. അതായത് നമ്മളുടെ യൂട്യൂബ് റവന്യൂ എങ്ങനെ കിട്ടുക വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അങ്ങനെ ആക്കി വെച്ചതാണ് അർഷി. ഡിസംബർ റവന്യൂ നമുക്ക് ജനുവരി 26-നും, ജനുവരി റവന്യൂ നമുക്ക് ഫെബ്രുവരി 26-നും, ഫെബ്രുവരി റവന്യൂ നമുക്ക് മാർച്ച് 26-നും അങ്ങനെ കിട്ടുക. അപ്പോൾ ഞാൻ ഡിസംബർ 20-നോ 18-നെറ്റാണ് ഇവിടെ എത്തിയത്. 22-നെറ്റാണ് ഞാൻ നാട്ടിൽ നിന്ന് വ്ളോഗ് ഇടൽ തുടങ്ങിയത്. അതിനുശേഷമാണ് റവന്യൂ വരൽ തുടങ്ങിയത്. അപ്പോൾ ഒരു 10 ദിവസത്തെ വ്ളോഗിന് എനിക്ക് ഏകദേശം 22,000-23,000 രൂപേൻ്റെ അടുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ പൈസക്ക് ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാണ്, അർഷിക്ക് ഒരു വാച്ചും നബീലിനും അനാനും ഓരോ ഷൂവും കാര്യങ്ങളും വാങ്ങിക്കൊടുക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ നമ്മൾ ലുലു മാളിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. ഓല് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ടുണ്ട്. അർഷി ഇപ്പോൾ തന്നെ എന്തോ മണത്തുകയാണ് ഞങ്ങളുടെ അടുത്ത് വന്നാണ് പറഞ്ഞു, എന്തോ മണക്കുണ്ടല്ലോ, നിങ്ങളിപ്പോൾ എന്തിനാണ് പുറത്തുനിന്ന് വ്ളോഗ് എടുക്കുന്നത്? കാരണം അർഷിയാണ് എല്ലാ വർഷവും വ്ളോഗ് എടുക്കൽ. ഇപ്രാവശ്യം വ്ളോഗ് എടുക്കുന്ന ആളെ കാണിച്ചു തരാം. ഇപ്രാവശ്യം നമുക്ക് ദുബായിൽ നിന്നും ജസീമാണ് വ്ളോഗ് എടുക്കുന്നത്. അപ്പോൾ അർഷിക്ക് എന്തോ ഫീലായി വന്നിന്, കാരണം വ്ളോഗ് എടുക്കാൻ വിളിച്ചില്ല ഞാൻ. അർഷി പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്? ഞാൻ അവിടെ നിൽക്കേ, ഞാൻ വ്ളോഗ് കണ്ട് വിചാരിച്ചെന്താ, ഞാൻ എൻ്റെ എപ്പോഴും വ്ളോഗ് കാണണല്ലേ, ഞാൻ എടുത്ത് വിചാരിച്ചെന്താ. അപ്പോൾ ഞാൻ പറഞ്ഞ് മുക്കം ഫെസ്റ്റ് ഇന്നലെ ഉണ്ടായിനി. അപ്പോൾ മുക്കം ഫെസ്റ്റത്തെ പരിപാടിയിൽ ഫുള്ള് നായാട്ടും കാര്യങ്ങളും കഴിഞ്ഞതിൻ്റെ എൻ്റെ മേത്ത് ഫുള്ള് ചളിയായി. അപ്പോൾ നബീലൊരു ഭാഗത്തുനിന്ന് ഫിറ്റാക്കൽ തുടങ്ങി. ഇതെന്താ സോ ഇങ്ങനെ നടക്കണേ, എനിക്കൊരു പാൻറ്റ് വാങ്ങിക്കൂടെ? ഈ ലുലുമാളൊക്കെ എത്രങ്ങനെ ആൾക്കാരാണ്, കോഴിക്കോട് അങ്ങടയിലൊക്കെ എത്ര ആൾക്കാരാണ്, ഈ പാൻറ്റ് ഇട്ട് നടന്നു കഴിഞ്ഞാൽ ഓലന്നൊന്നും വിലയിരുത്തൂല. ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ നടക്കുള്ളൂ പറഞ്ഞു. എന്നിട്ട് എന്നെ തൂക്കി പിടിച്ച് കൊണ്ടുവന്നാണ് ലുലുമാൾക്ക്. അപ്പോൾ ഇവിടുന്ന് ഒരു പാൻറ്റ് എടുക്കണം. അപ്പോൾ ഞാൻ ഓരോട് പറഞ്ഞ് ഇതിൻ്റെ ഉള്ളിൽ പോയിട്ട് നിങ്ങൾ ആ പാൻറ്റും കാര്യങ്ങളും തപ്പിയിട്ട് അപ്പോഴത്തേന് ഞാൻ വ്ളോഗിൻ്റെ ഇൻട്രോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഹർഷിനോട് ഞാൻ ഇപ്പോൾ പറയാൻ പോണത് എന്താണ്, എനിക്കാണ് ഞാൻ വാച്ച് എടുക്കണത്. അപ്പം ഓനെന്താ വെച്ച് കഴിഞ്ഞാൽ വാച്ച് അങ്ങനെ ഞാൻ ഇടണ കണ്ടിട്ടില്ല. അപ്പോൾ ഓന് ഇന്ന് ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു വാച്ച് ഇടണ കണ്ടിട്ടോ. അപ്പോൾ എനിക്ക് മനസ്സിലായോ, സമാധാനമായോ, വാച്ച് ഇടലുണ്ട്. ഇതുവരെ ഞാൻ ആലോചിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു വാച്ച് ഇടണ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ വാച്ച് ഓന് ഇടാത്തതുകൊണ്ടാണോ, അതിന് വാച്ചിന് എന്തെങ്കിലും അലർജി ഉണ്ടോ, അങ്ങനെ അലർജി ലോലും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അതിൻ്റെ ഉള്ളിൽ പോയി നോക്കിയിട്ട് ബാക്കി നോക്കാം കേട്ടോ. നമ്മൾ ലുലുമാളിൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കണം കേട്ടോ. അപ്പോൾ അർഷിൻ നബീലും എവിടെയാണ് ഉള്ളത് എന്നുള്ളത് നമുക്കൊരു ഐഡിയ ഇല്ല. ചില ഡ്രസ്സ് നോക്കാൻ അറിയാണ്ട് ഇനിയിപ്പോൾ വല്ല ലൂയി വുട്ടനക്കോ ലൂയി ഫിലിപ്പിക്കൊക്കെ കയറിയിരിക്കണം. അപ്പോൾ ലോക്കൽ ഏതെങ്കിലും പാൻറ്റ് മതി പറഞ്ഞിനി. നമുക്ക് എന്തായാലും പോലെ എവിടെ ഉള്ള പോയോട്ടോ. അപ്പോൾ ഹനാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഓന് വാച്ച് കൊടുക്കാനാണ് എൻ്റെ പ്ലാന്. അപ്പോൾ ഹനാൻ ഇപ്പോൾ ഓൾറെഡി ഒരു 60-70 വാച്ച് ഉണ്ട്. എൻ്റെ വിദഗ്ധമായിട്ടുള്ള അന്വേഷണത്തിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്. ഒരു 60-70 വാച്ച് ഓൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ അന്വേഷിച്ച് നോക്കിയപ്പം ഓനിപ്പോൾ ഷൂസിനോട് വലിയ കമ്പം കാട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു നല്ല ഷൂസ് ഓന് വാങ്ങിക്കൊടുക്കുക വിചാരിച്ചു. അർഷിക്കാണെന്നുണ്ടെങ്കിൽ ഒരു വാച്ച്, നബീലിനൊരു ഷൂ. യൂട്യൂബ് റവന്യൂ ഈ മാസത്തെ യൂട്യൂബ് റവന്യൂ ചെക്കന്മാർക്ക് വേണ്ടിയിട്ടാണ് സ്പെൻഡ് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഞാൻ ചെറുക്കന്മാരോട് പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഹനാന് നമുക്കൊരു ഗിഫ്റ്റ് കൊടുക്കണം, പോണതിൻ്റെ മുന്നേ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കണം എന്നാണ്. ഓർക്ക് ഗിഫ്റ്റ് ഉണ്ട് എന്നുള്ളത് ഓർക്ക് അറിയില്ല. അപ്പോൾ ഒരു പാടാക്കണേ നമ്മളെ എന്താണ് ഡ്രസ്സും കാര്യങ്ങളും നോക്കുന്നുണ്ട്. നബീലേ, എന്താണ് ഇന്നത്തെ എൻ്റെ ഒരു കോസ്റ്റ്യൂമിനെ പറ്റി എനിക്ക് പറയാനുള്ളത്? ഇന്നത്തെ കോസ്റ്റ്യൂമിനെ കുറിച്ച് നല്ല അഭിപ്രായം. എന്താണ് അത് എനക്കൊരു ബോധമാണോ ഇങ്ങനെ ഉള്ളതുള്ളത്? അല്ലടാ, മുക്കം ഫസ്റ്റ് കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ രാത്രി എപ്പോഴാണ് എത്തിയത്? അതൊക്കെ ശരിയാണ്, അത് മാറ്റണ്ട നമുക്ക്. അപ്പോൾ ജീൻസ് വേണ്ട, നിങ്ങൾക്ക് ലൂസ് ഫിറ്റ് ഏതെങ്കിലും കിട്ടിയ സ്കിന്ന് വേണ്ട, ഒരു സ്കിൻ തന്നെ ഇട്ട് കുടുങ്ങിക്കണോ. അപ്പോൾ നമ്മൾ നേരത്തെ പോയ കടയിൽ നമുക്ക് ആവശ്യത്തിനൊത്ത പാൻറ്റും കാര്യങ്ങളൊന്നും കിട്ടിയില്ല.
ഏകദേശം 4000 റുപ്യേനി അവിടെ ഒരു കാർഗോസിനോട് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ തൽക്കാലം ഇടാനും വേണ്ടിയിട്ട് 4000 റുപ്യ കളയാൻ ഇന്നെ കിട്ടൂല. അപ്പോൾ നബീൽ ഈ വേറൊരു കടയിൽ കൊണ്ടുവന്നിങ്ങനെ ഇവിടെ പാകത്ത് റേറ്റ് ഉള്ളൂ. നല്ല കളക്ഷനും ഉണ്ട്. നബീലോടെ ഓൺ ഡ്രസ്സിങ് റൂം കയറി. ഞാൻ ടൈമില്ലേ അസുറോന് എന്താ ഇഷ്ടം പറഞ്ഞേ? എത്ര റേറ്റ്? 550 ഉള്ളല്ലോ. അപ്പോൾ ഗൈസ് നമ്മൾ ഫൈനലി ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞു. ഇതാണ് ട്വിൻസ് മെയ്ഡ് ഫോർ ഈച്ച് അതർ, ബ്രദർ ഫ്രം അനദർ മദർ എന്നൊക്കെ പറയുന്നത് തന്നെ. അപ്പോൾ ഞങ്ങൾ ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞു. എനിക്ക് തോന്നോ ഡ്രസ്സുണ്ട് അറസ്റ്റ് ചെയ്താകുമ്പോൾ പള്ളിക്കും പോകണ്ട ഫുള്ള്. ഇതെന്താണ് ഇതെടുത്തോന്നോ? അപ്പോൾ ഞങ്ങൾ എവിടെ ഡ്രസ്സ് എടുക്കാൻ പോകണമെന്നുണ്ടെങ്കിലും ഞങ്ങൾ ഇട്ട ഡ്രസ്സിലാണ്ട് ഇറങ്ങലാണ് ഞങ്ങൾ പതിവ്. അങ്ങനെ പറ്റും ഇവിടെ? പറ്റൂലേ? പക്ഷേ വെറൈറ്റി കളക്ഷൻസ് ആട്ടോ നിങ്ങളത്. എനിക്ക് ഇഷ്ടമായി. ചെറിയ പൈസയേ ഉള്ളൂ. ഇതിലാണ് ഷാനു പരസ്യം ചെയ്ത കട കേട്ടത്. ഷാനു ആ ഫോട്ടോ ഉണ്ട് എൻ്റെ അടുത്ത്. അത് ഇതിൽ കൊടുക്കേനാ നമ്മളെ ഫ്രണ്ട് ഇതിൽ പരസ്യം ചെയ്തേ. ഒരു കവർ നാട്ടെ. അതെ അപ്പോൾ ഇതാട്ടോ ഷാനു പരസ്യം ചെയ്ത കട. നാട്ടുകാർ എന്ത് പറയും? വെട്ട് വെട്ട്. അതുണ്ട്. ഈ ഷർട്ട് ഉണ്ടോ അവിടെ? ഇവനാണതേ ഈ പൊട്ടൻ ക്യൂട്ട് സ്മൈൽ ചെയ്ത് ഇങ്ങനെക്കും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ നേരത്തെ ഇവർ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്കൊരു സർപ്രൈസ് ന്യൂസ് പറഞ്ഞു. എന്താ വെച്ച് കഴിഞ്ഞാൽ buy 3 get 1 buy 2 ആണ് buy 3 get 1 ഫ്രീ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ 1 2 3 3 നമ്മളിപ്പോൾ വാങ്ങി. ഇനി 1 ഫ്രീ ആണ്. ഏത് കൊടുക്കാം? അങ്ങനെയാണല്ലേ? ഞാൻ ഹുഡിമൊക്കെ പോയത് നേരെ. ഇതാണ് ഇവിടുത്തെ ഏറ്റവും പൈസ ഉള്ളത്. അല്ല പക്ഷെ ഇത് എനിക്ക് അവിടെ ഇടാലോ. അല്ല ഇവിടുത്തെ ഏറ്റവും ലോ പ്രൈസ് ഏതാ? 550 അല്ലേ? 499 ആ. ബാക്കി പൈസ നമ്മളിതിൽ കൂട്ടേണ്ടി വരും. ഏറ്റവും ലോ ഏതാണോ നബീല ഏതാണ് എടുത്ത്? ഇതിലിപ്പോ ഏറ്റവും കുറഞ്ഞതാ 799. അല്ല അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് അതിന്റെ ബാക്കി തന്നാ പോരാ ഇതില്. ഇപ്പൊ 799 ബാക്കി പേ ചെയ്താ പോരെ ഞാൻ ഇത് എടുക്കുകയാണെങ്കിൽ? അതായത് നമ്മളിപ്പോ 3 ഷർട്ട് എടുത്തു, പക്ഷെ 4 ഷർട്ട് എടുത്തു. അതിൽ 4 ഏതാണോ ലോ ഉള്ളത് അത് ഫ്രീ ബാക്കിയുള്ള പേയ്മെന്റ്. അപ്പൊ 4 സാധനം 1000. അപ്പൊ എനിക്ക് ഇത് തന്നെ എടുക്കാൻ പറ്റുള്ളൂ. ആ അപ്പൊ എനിക്ക് ഈ റേറ്റിലുള്ള ടീഷർട്ട് ഫ്രീ ആയിട്ട് എടുക്കാം. ഇത് പിന്നെ ഇതിന് സെയിം റേറ്റാ? 999 അല്ലേ? പിന്നെ ഈ ഒരു ഗ്ലോയിങ് ഡാർക്ക് അവന് നൈറ്റിൽ ഒരു ഗ്ലോ ചെയ്യുന്ന ടൈപ്പ് ഒരു ഗ്രീൻ ഷെയ്ഡ് ആയിരിക്കും വരിക. അതെടുക്കാം. അത് 799. അപ്പൊ നമ്മള് ഇത് രാത്രി തെളുങ്ങണതാണ്. അപ്പൊ ഞാൻ അങ്ങനെ പോകുമ്പോ അസ്ഥി കൂടെ കാണുട്ടോ അങ്ങനത്തെ ടീഷർട്ടാണ്. ഞാൻ അങ്ങനെ രാത്രി പോണ ടൈമിന് മറ്റേ പച്ച ഉണ്ടല്ലോ പെരന്റെ മേലൊക്കെ നമ്മൾ രാത്രി കടന്നുറങ്ങുമ്പോൾ മേലെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചാണ്. ആ പച്ച ലൈറ്റ് തന്നെ ആ സാധനമാണിത്. അത് പൊളിക്കും. രാത്രി ഇങ്ങനെ ഇറങ്ങി നടന്നല്ലോ അസ്ഥി കൂടെ മാത്രം ഇങ്ങനെ നടക്കണേര് കാണാം. അതെ ജസീം ഇങ്ങനെ ഇടയ്ക്ക് ചള്ളിടിക്കും. അപ്പൊ എന്നാ ഇത് ഫ്രീ ആണല്ലേ? അപ്പൊ നമുക്ക് 3 കൂട്ടം. നബീല മതി ഇനി ഫ്രീ ഇല്ല. നബീലിനെ തളർത്തിയാരോ സുഖമില്ലാരോ? ഇത് തളർത്തി എത്തിനാണ് തളർത്തി. ടൈമാണ് ഈ പോണത്. എന്തായാലും കിട്ടി പോവാ. രസമുണ്ട്. വാ ഇത് രസം ഉണ്ടല്ലേലും. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ആരുടെ ഡ്രസ് ഇഷ്ടമായി കമന്റ് ചെയ്യ്. അസുവിന്റെ ആണോ? അസു പാന്റ് ഷർട്ട് എടുത്തില്ലേ?
നബീല് പാന്റ് ഉണ്ടോ? അസുറ അവിടെ ഒരു പാന്റ് അങ്ങനെ പൈസക്ക് ഇവിടുന്ന് 4 കൂട്ടം ഡ്രസ്സർ മേടിച്ചു. നബീല അവിടെ അവിടുന്ന് വാങ്ങിക്കോ, ഇവിടെ നല്ല വേറെ ലോ ഒരു ബഡ്ജറ്റിന് പാന്റ് കിട്ടൂല. പറഞ്ഞ അവിടെ ഫ്രീ ആയിട്ട് റേറ്റ് എന്ത് ഇപ്പൊ ഈ കട കണ്ട നന്നായി, ചെറിയ പൈസക്ക് പാന്റും ഷർട്ടും പിന്നെ ഫ്രീയും. അതെ. അപ്പൊ എന്തായാലും പ്രൊമോഷൻ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താ? പ്രൊമോഷൻ ഒന്നും പൈസ കൊടുത്തു. ഇനി ഇന്നത്തെ പരിപാടി എന്താ വെച്ചാല് ഇവൻ പോവാണ് 8-ാം തീയതി. സങ്കടം ഉണ്ടോ? സങ്കടുണ്ട്, നല്ല സങ്കടുണ്ട്. പൊലിവില് പ്രൈസ് ടാഗ് അത് പറിച്ചില്ല, വെറുതെ കിട്ടിയ പ്രൈസ് ടാഗ് ഇട്ടെടുക്കുക. അപ്പൊ ഗൈസ് അങ്ങനെ അസർ പോവാണ്. അസർ 8-ാം തീയതിയോ? 8-ാം തീയതി പോവാണ്. നാളെ രാത്രി പേരെന്ന് പറഞ്ഞു. സങ്കടാണ്. നിങ്ങൾ വെറുതെ പറയണ്ട, ഇനി ഞാൻ പോയി കഴിഞ്ഞാൽ ഫുൾ സങ്കടാണ്. അപ്പൊ ഞങ്ങള് ചെക്കന് പോവാനുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ വന്നതാണ്. അല്ല അതിന്റെ മുന്നേ നമുക്ക് അനാന് സർപ്രൈസ് കൊടുക്കാല്ലേ? ഷൂ സാധനം കൊടുക്കോ? ഓന് സർപ്രൈസ് കൊടുത്തല്ലേ വ്ളോഗ് എന്റെ ഉള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ. അല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ലുലുന്ന് സാധനം മേടിച്ചിട്ട് നമുക്ക് വേറെ ഷോപ്പിൽ പോവാം. വേറെ ഷോപ്പിൽ പോവാം. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാറോ? ഇവിടെ ഞാൻ നോക്കിയിട്ട് ഞാൻ കണ്ടെന്താ വെച്ചാല് ഇവിടെ നൈക്ക് എന്താണ് മറ്റേ പ്യൂമ താങ്ക് യു. ഇങ്ങനത്തെ ആൾക്കാരാണ് നമുക്ക് ഇഷ്ടം. അനിയങ്ങളെ വരാണ്ട അനിയനുണ്ട് സബ്സ്ക്രൈബേഴ്സ്. എന്റെ അനിയന് സബ്സ്ക്രൈബർ. നിങ്ങളെവിടെ നാട്ടില്? ഞാൻ മുക്കം ചെന്നമംഗലൂര്. നമ്മളിന്നലെ അവിടെ ഉണ്ടേനി, മുക്കം ഫെസ്റ്റിൽ ഉണ്ടേനി. ശരി ആയിക്കോട്ടെ. ശരി കേട്ടോ, ശരി. അസറ ലുലു കയറിയപ്പോഴേ ജോർജിയയിലാണെന്നാ പോയി. നിങ്ങളെവിടെ നാട്ടില്? അല്ല നാട്ടിലെവിടെ ചോദിച്ചിട്ടുണ്ടോ? പിന്നെ അപ്പൊ ഗൈസ് ബാക്കി നമുക്ക് എന്തായാലും ഇപ്പൊ ലുലു മാളിന്ന് ഇറങ്ങാം. അതെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അല്ല അപ്പൊ സാധനം മേടിക്കണ്ടേ? അത് നമുക്ക് വാങ്ങാം ലാസ്റ്റ്. പിന്നെയും കണ്ടന വരിക ഇവങ്ങോട്ട് വരണ്ട. എടാ ഹൈപ്പർ മാർക്കറ്റ് നമുക്ക് സാധനം മേടിക്കാണ്ട്. ആണോ? അങ്ങനെ ജസീം എങ്ങനെ ഇങ്ങനെ ക്യാമറ പിടിച്ചു. അപ്പൊ നമ്മളെന്തായാലും ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ ഇവിടുത്തെ ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ കയറിക്കാണ്ട് എനിക്ക് ജോർജിയക്ക് പോകാനുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ട് അത് വാങ്ങിയിട്ട് നമ്മൾ ഇവിടുന്ന് പോകും. എന്നിട്ട് നമ്മൾ ഹനാന് സർപ്രൈസ് കൊടുക്കാൻ വിചാരിച്ചിട്ടുള്ള ഷൂ എവിടെ കിട്ടുക എന്നുള്ളത് നോക്കട്ടെ. ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ സ്കെച്ചേഴ്സ് മാത്രമേ കാണുന്നുള്ളൂ. ഓൻ അങ്ങനെ സ്കെച്ചേഴ്സിൻ്റെ സ്നീക്കേഴ്സ് ഇടുന്ന ഞാൻ കണ്ടിട്ടില്ല. പ്യൂമ അഡിഡാസ് ഏതെങ്കിലും ഉണ്ടോ നോക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അർഷയ്ക്കുള്ള വാച്ച് നോക്കണം. പിന്നെ നബീലിന് ഇനി കൊടുക്കണമെന്ന് ആലോചിക്കണം. നബീൽ ഇപ്പം തന്നെ ഒരു ടീഷർട്ട് എടുത്തു, കുഴപ്പമില്ല, എന്നാലും ഒരു ഷൂസ് കൊടുക്കാം. നല്ല അടിയിറങ്ങ ഒന്നുമില്ല. നമ്മൾ നേരെ കടയിലേക്ക് കയറി ഷർട്ടും കാര്യങ്ങളും മാറ്റിയാണ്ട് പൈസ കൊടുത്താണ്ട് അത് ഇട്ടാണ്ട് പോകുന്നു. അല്ലേ നബീല? എന്താണ് അതിനെപ്പറ്റി താങ്കൾക്ക് പറയാനുള്ളത്? വളരെ നല്ലൊരു അഭിപ്രായമായിരുന്നു. ഇങ്ങനെ ഇതിന് മുന്നേ വേറെ കടകളിൽ പോയി ചെയ്തിട്ടുണ്ട്? ഇല്ല, ആദ്യമായിട്ടാണ്, ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഇട്ട ഡ്രസ്സ് അവിടെ തന്നെ ഇട്ടാണ്ട് പോരുന്നത്. അത് അത്രേ ഉള്ളൂ. അല്ല അത് അതിനൊരു ഇതുണ്ട്, അതിന്റെ ഒരു പുതുമ. അത് അവിടെ തന്നെ ഇട്ടുകൊണ്ട് നശിപ്പിക്കണം നമ്മള്. ഇട്ട ഡ്രസ്സ് അവിടെ ഇട്ട് പോകുന്നില്ല. ഹൈപ്പർ മാർക്കറ്റ് അവിടെ വാ. അപ്പോൾ ഗൈസ്, ഞാൻ നാളെ രാത്രിയാണ് ജോർജിയക്ക് പോകാനും വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത്. വീട്ടിൽ നിന്ന് നാളെ രാത്രി ഇറങ്ങും. അവർ ഫുള്ള് സ്റ്റാപ്ലർ അടിച്ചു. അത് കുഴപ്പമില്ല, നമുക്ക് പറിച്ച് കളയാം. അപ്പോൾ നാളെ രാത്രി ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങും. എന്താണ് മറ്റന്നാൾ ഇൻഷാ അല്ലാഹ് പുലർച്ചെയാണ് ഫ്ലൈറ്റ്. അപ്പോൾ ജോർജിയത്തെ ചെറുക്കന്മാർക്ക് കുറച്ച് സ്നാക്സ്, മറ്റേ നമ്മളെ മിച്ചറ്, വായക്കപ്പൊരി, മറ്റേ പൂളപ്പൊരി, പിന്നെ എന്തൊക്കെ ചക്കപ്പൊരി, എന്തൊക്കെ പൊരികളുണ്ടോ അതൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ വന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അത് എവിടെയൊക്കെ കിട്ടുക എന്നുള്ളതൊന്ന് പോയോ കേട്ടോ. ദുബായിൽ നിന്ന് നാട്ടിൽ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഡോവിൻ്റെ സോപ്പ്, പിയേഴ്സ്, മറ്റേ അഡിഡാസിൻ്റെ സ്പ്രേ, എന്താണ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിനി. ഇപ്പോൾ നാട്ടിൽ നിന്ന് അങ്ങോട്ട് കൊണ്ടുവന്ന മസാലപ്പൊടികൾ, പുട്ട്, എന്താണ് അരിപ്പൊടി, അങ്ങനത്തെ വായക്കപ്പൊരി, മിച്ചറ്, അതൊക്കെയാണ് ട്രഡീഷണലി ആൾക്കാർ പണ്ട് മുതലേ നാട്ടിൽ നിന്ന് വിദേശത്തേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാറുള്ളത്. ആ ഒരു ട്രഡീഷൻ നമ്മൾ തെറ്റിക്കണില്ല, അതന്നെ നമ്മൾ ചെയ്യണത്. ദുബായിൽ നിന്ന് നാട്ടിൽ കാണുന്നുണ്ടെങ്കിൽ ടാങ്ക്, നിഡോ, മറ്റേ പിന്നെന്തൊക്കെയിനി ടൈഗർ ബാം, പിന്നെ മറ്റേ ആക്സ് ഓയിൽ, അതൊക്കെ ട്രഡീഷണലി നാട്ടിൽ, ഉണ്ടമുട്ടായി, പശുമുട്ടായി, അതൊക്കെ ദുബായിൽ നിന്ന് നാട്ടിലേക്ക് ട്രഡീഷണലി പണ്ട് മുതലേ ആൾക്കാർ കൊണ്ടുവന്നിരുന്നൊരു സാധനമാണ്. അതുപോലെ നാട്ടിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരുന്ന സാധനങ്ങളാണ് ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞത്, ബായക്കപ്പൊരി, മിച്ചർ, അങ്ങനത്തെ സാധനങ്ങൾ. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ വാങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ജോർജിയയിൽ വല്ലാതെ കിട്ടാത്തൊരു സാധനമാണ് കോക്കനട്ട് ഓയിൽ. കോക്കനട്ട് ഓയിൽ ഉണ്ട്, വേറെ ഏതൊക്കെ ബ്രാൻഡ് ഉണ്ട്, പക്ഷേ ഭയങ്കര റേറ്റാണ്. നാട്ടിൽ നിന്ന് കോക്കനട്ട് ഓയിൽ നമ്മൾ എപ്പോഴും പോകുമ്പോൾ വാങ്ങലുണ്ട്. അപ്പോൾ കോക്കനട്ട് ഓയിൽ ചെറിയ പൈസക്ക് കൂടുതൽ കോക്കനട്ട് ഓയിൽ ഇല്ലല്ലേ?
പെരയിലുണ്ടോ? അപ്പോൾ അർഷി കോക്കനട്ട് ഓയിൽ നമുക്ക് സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അർഷി പെരയെന്ന് സെറ്റാക്കി തരാം. വെളിച്ചെണ്ണ എൻ്റെ പേരിലുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ നബിയിലും അർഷിയാണ് നമുക്ക് സ്പോൺസർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത് നോക്കാം. ഞാൻ മറക്കരുത് കേട്ടോ. എനിക്ക് വേറൊരു ഐഡിയ നാക്കാൻ ചേർന്നു. ഞാൻ ഇതും കൊണ്ട് ഡ്രിഫ്റ്റ് കാണിച്ചു തരണം. മറിയാം നബിയിൽ ഇതിൽ കയറിയിരിക്കും. അർഷ ഡ്രിഫ്റ്റ് കണ്ടോ? കയറിയിരിക്കും, ഉള്ളിൽ കയറിക്കും, ഉള്ളിൽ കയറിക്കും. ഇത് ഇറങ്ങരുത്, അത് കറക്റ്റ് ഡ്രിഫ്റ്റിങ് ഇനി ഇങ്ങനെ പോയിനത് എനിക്കറിയാം. ഇത് മസ്റ്റ് ട്രൈ ആട്ടോ. നാട്ടിൽ നിന്ന് ജോർജിയക്ക് അല്ലെങ്കിൽ ഏത് കൺട്രിക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ മസ്റ്റ് ആയിട്ട് വാങ്ങുന്ന സാധനങ്ങളാണ്. RKG മിൽമ നെയ്യും. RKG എടാ നമുക്ക് അർഷക്ക് വന്നെന്ന് ഞാൻ നെയ്ച്ചോറും മറ്റേ ബിരിയാണി ഒക്കെ ഉണ്ടാക്കി കൊടുത്ത് ഞങ്ങൾ RKGൻ്റെ ആളുകൾ കഴിഞ്ഞു. ഇപ്പോൾ പുതിയ വാങ്ങണയാ. ഇതേ ചെറുത് മതി. എന്തായാലും ആരെയിലൊക്കെ ആയിട്ട് ഇനി ഇടക്കിടക്ക് വരാനുള്ളതാണ് നാട്ടിൽ നിന്നൊക്കെ ആയിട്ട്. അപ്പോൾ പിന്നെ ഓവറായിട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഇത് പിന്നെ എപ്പോഴും കൊണ്ടുപോകണം കേട്ടോ. റെഡി ടു ചീരാമുളക് എടുക്ക്. ഷവർമ മിക്സോ? ഇതെന്താ സാധനം? ഷവർമ ഉണ്ടാവും ഇതിൻ്റെ ഉള്ളിൽ? പടച്ചട എന്തൊക്കെ മിക്സാണ് ഇറങ്ങുന്നത്. എന്നാ വെക്ക്. ബഫലോ മീറ്റ് മപ്പാസ്. മപ്പാസ് എന്താണ്? കോമഡി പേരാണല്ലോ. ഞാൻ പറയട്ടെ, ഇത് റെഡി ടു ഈറ്റാ. ഇപ്പം നമ്മൾ മസാലപ്പൊടികൾ തേടിയിട്ടുള്ളൊരു യാത്രയിലാട്ടോ. പക്ഷേ മസാലപ്പൊടികൾ ഏത് സെക്ഷനിലാണ്? മസാലപ്പൊടി ഓക്കെ. നയന എവിടെയാ? 8 9 അവിടെ. അപ്പം ഞാൻ ഒറ്റടിക്ക് കൊടുത്തേണ്ടല്ലേ. ചില്ലി പൗഡർ, കാശ്മീരി ചില്ലി പൗഡർ, മുളക് പൊടി 2 എടുക്കാം. പണ്ട് എന്നൊക്കെ പറയുമ്പോൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി ഇതൊക്കെ തന്നെ ഉള്ളേ. ഇപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ മസാലപ്പൊടി കൊണ്ടൊരു ചെറിയ കളിയാണ്. സ്പൈസി ചിക്കൻ മസാല, ഉലർത്തിന് വേറെ മസാല, പിന്നെ ഫിഷ് മസാല പിന്നെ ഓക്കെ, ബീഫ് റോസ്റ്റ് മസാലക്ക് വേറെ, പിന്നെ ഇപ്പോൾ ഏതൊക്കെ വെജിറ്റബിൾ മസാല. വെജിറ്റബിൾക്കൊന്നും മസാല തന്നെ ഇടേണ്ട ആവശ്യമില്ല, അതിനും മസാല, എല്ലാത്തിനും മസാല കേട്ടോ. മുട്ടായതിനെ ജോർജി കൊണ്ടുപോണ് അവിടെ ആരും മുട്ടായൊന്നുമില്ല. അപ്പോൾ അർച്ചി എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തേക്ക് പോയാലും അവിടെ ഓനെന്താ ചെയ്യലെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ ഒരു ട്രഡീഷൻ ഇവിടെയും തെറ്റിച്ചിട്ടില്ല. ഇവിടെ നേരെ കുറിക്കാനാണെന്ന് പറഞ്ഞാണ്ട് 3 മിനിറ്റ് മേട് വാങ്ങി വന്നാണ്. കുറിക്കാനോ? ഇത് കുടിക്കാനല്ലേ? രാവിലെ ഒന്നും കഴിക്കാത്തതിൻ്റെ കാരണം പറഞ്ഞിരിക്കണോ വ്ളോഗിൽ? അപ്പോൾ രാവിലെ ഒന്നും കഴിക്കാത്തതിൻ്റെ റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ അർച്ചി ഇന്നലെ വന്നാണ്ട് പറഞ്ഞ് അസറോ ഇവിടെ ഒരു ടോപ്പ് സ്പൈസി ചിക്കൻ ഉണ്ട്, വിങ്സ്, അതിച്ചൊരു 3 എണ്ണം തിന്നു കഴിഞ്ഞാൽ അവിടുത്തെ ബില്ല് ഞാൻ കൊടുക്കാൻ. ഞാൻ എന്ത് ചെയ്ത് പുള്ളിയെ കണ്ട ചലഞ്ച് അക്സെപ്റ്റ് ചെയ്താണ് കടൻ്റെ ഉള്ളിൽ കയറി. അവിടെ 6 ചിക്കൻ വിങ്സ് ഉണ്ടായിരുന്നു, 3 എണ്ണം ഞാൻ തിന്നു കേട്ടോ. ആ തിന്നതിൻ്റെ ശേഷം എന്താ നടന്നത് എനിക്കും അറിയില്ല, പടച്ചോന് മാത്രമേ അറിയുള്ളൂ. പിന്നെ ബാത്റൂമിലൊരു ചെറിങ്കളേന് ഞങ്ങൾ അർശി നബിയിലും ജസീമും ഓരോന്ന് വീതം തിന്ന് അങ്ങനെ 6 എണ്ണം കംപ്ലീറ്റ് ആയി. എല്ലാവരും ബാത്റൂമിൽ നിന്ന് ഇറങ്ങാൻ ടൈമില്ല ഇനി, കാരണം അമ്മയൊരു സ്പൈസി ഇനി. അതുകൊണ്ട് ഇന്ന് രാവിലെ ഞങ്ങൾ ആരും ഒന്നും കഴിച്ചില്ല, പേടിച്ചിട്ട്. കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇന്നത്തെ പരിപാടി ഫുള്ള് മുടങ്ങോല വിചാരിച്ചിട്ടുണ്ട്. ഇനി മേലെ ഓനോട് ഇങ്ങനത്തെ ഒല്ലക്കമ്മലുള്ള എന്താണ് ചലഞ്ചും കൊണ്ട് വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് പറഞ്ഞത് ബില്ല് എത്ര വെച്ച് കഴിഞ്ഞാൽ 2800 രൂപ 2900 ഈ ബില്ല് ഇന്നലെ അവിടെ. ഇങ്ങനത്തെ ചലഞ്ച് ഉണ്ടോ കാക്കാൻ്റെ കയ്യിൽ? ആടാ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. മരിച്ചാഞ്ഞ ഭാഗ്യം എന്നല്ലേ. അതിൻ്റെ റീല് ഞങ്ങൾ ഇട്ടുണ്ടാവും, അപ്പോൾ നിങ്ങൾ കാണും. ആടാ ഇതിൽ പറയും സ്പൈസി ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്.
അപ്പം ഇനി ഇതിൽ തളരാൻ പാടില്ലാണ്ട് ഒന്നര വാരി വലിച്ച് 3 3.5 പീസ് തിന്ന്. എന്നിട്ട് ഇന്നലെ ഉറങ്ങിയിട്ടൊന്നുമില്ല പാവം. പക്ഷെ ഞങ്ങൾക്കൊക്കെ സീനുണ്ട്. രസമുണ്ടോ? 500 ഗ്രാം എങ്ങനെയായാലും 500 ഗ്രാമിന്റെ കട്ടിലുണ്ടാവുള്ളൂ. ബ്ലാക്കിന്റെ പൊട്ടിയോ? രസമുണ്ട്. 500. എടാ ഗ്രീൻ ചില്ലി അലുവ വേണം. അപ്പോൾ നമ്മൾ ഗായ്സ് അലുവ വാങ്ങിക്കൊണ്ട് കേട്ടോ. ഇത് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ മിച്ചറും കാര്യങ്ങളും അങ്ങനത്തെ ചെറിയ ചെറിയ സ്നാക്സ് വാങ്ങിയിട്ട് നമ്മൾ പോവും. പിന്നെ ബാക്കിയുള്ളത് ഞാൻ വൈക്കുന്ന ഇവിടുന്നേലൊക്കെ വാങ്ങിക്കൊണ്ട്. മെയിനായിട്ട് നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ വേഗം മറ്റേ ഷൂസ് നോക്കണം. പിന്നെ എനിക്കൊരു വാച്ചും നോക്കാണ്ട്. അപ്പോൾ അത് രണ്ടും നോക്കിയിട്ട് നമ്മൾ നേരെ പോട്ടോ. ഒരു സിനിമാറ്റിക് ഫീല് ട്രൈ ചെയ്യട്ടോ. എങ്ങനെയുണ്ട് നോക്കിയിട്ട് കമൻറ്റ് പറയണേ. എന്താ വണ്ടി? How is my cinematic guys? അബ്ബാസ്ലോ ഇപ്പൊ വന്നിട്ട് എത്രയായി? 1 മാസോ 2 മാസമായോ? ഞാൻ ഡിസംബർ 18 വന്നല്ലേ, ഫെബ്രുവരി 18. താങ്ക് യു. ജനുവരി 18, 2 മാസമാണ്, 1.5 മാസമായി. ഇവരെന്താ വെച്ചാൽ ഒന്നും വാങ്ങൂല. ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി കഴിഞ്ഞാൽ ടെസ്റ്റിംഗ് പറഞ്ഞാണ്ട് ഇല്ലൊക്കെ തിന്നു. അതാണ് അവർ പരിപാടി. അപ്പൊ ഗൈസ് അപ്പം ഇജിപ്പോൾ വന്നിട്ട് 2 മാസമായി. 2 മാസത്തിൽ എനിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങൾ അപ്പോഴുള്ള എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ? ഇത് മിസ് ചെയ്യോ പോയാ? കാരണം എനിക്കത് പുതുമല്ലാത്ത കാര്യമായതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരുന്നതുകൊണ്ട് എനിക്കെന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മിസ്സിങ് ഉണ്ട്. പക്ഷെ എനിക്ക് മനസ്സിലൊരു കോൺഫിഡൻസ് ഉള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയിട്ടൊരു 2 ആഴ്ച കൊണ്ട് ഞാൻ ലെവലാവും. അതെ, ആ 2 ആഴ്ച ഡെള്ളുണ്ടാവും. ഇങ്ങോട്ട് വരുമോ? അല്ല 2 ആഴ്ച ഉണ്ടല്ലോ, 2 മാസം കൊണ്ടൊക്കെ വരുള്ളൂ. ഇത് നല്ല ചോദിക്കാം. നമ്മളെ നിലമ്പൂർ പാട്ടിലൊക്കെ എൻജോയ് ചെയ്തത്, വണ്ടർലയിൽ എൻജോയ് ചെയ്തത് ഇപ്പൊ ആലോചിച്ചല്ലേ ഇപ്പൊ പോവാ സങ്കടാക്കുന്നു വെറുതെ. അങ്ങനെ കാര്യം നമ്മൾ പേയ്മെന്റ് സെക്ഷനിൽ എത്തിയിട്ടുണ്ട്. സാധനങ്ങളൊക്കെ വാങ്ങി. ഇനി ഇതിലെന്താ വെച്ചാൽ നമ്മളിവിടെ മിക്സറൊക്കെ ഫുള്ള് പാക്കറ്റ് ആണ്. അപ്പോൾ നമ്മൾ ഫ്രഷ് തന്നെ പുറത്തുനിന്ന് വാങ്ങാൻ വിചാരിച്ച്. അപ്പോൾ നമ്മൾ ഇത്രയും സാധനങ്ങൾ വാങ്ങിയാണ് നമ്മൾ പോവാട്ടോ. ഇതിലിറക്കാം. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ അനാനൊരു ഷൂ നോക്കണം, എനിക്കൊരു വാച്ച് നോക്കണം. 5 ഒരു ഷൂ നോക്കണം. അത് 3 കഴിഞ്ഞാൽ നമ്മളെ പരിപാടി കഴിയും. അനാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ കോഴിക്കോട് ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഒരുമിച്ച് നാട്ടിൽ പോയിട്ട് അവിടുന്ന് കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കണത്. അപ്പോൾ നമുക്ക് എന്തായാലും പോയി നോക്കാം. അപ്പോൾ നമ്മളിതാ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഗ്രോസറിയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞ് ഇപ്പോൾ നമ്മളുള്ളത് പ്യൂമയിലാണ്. നമ്മൾ നേരത്തെ അഡിഡാസ് സ്റ്റോറിലൊന്ന് പോയി നോക്കി. ഇനി ഹനാന് പറ്റിയ ഷൂ ഏതാണ് എവിടെയാണ് ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ അവിടെ നല്ലൊരു കളക്ഷനുള്ള ഷൂ കണ്ടു. പക്ഷേ അത് ഓനക്കും കൂടി പറ്റും എന്നുള്ളത് നമ്മളൊന്ന് വെരിഫൈ ചെയ്യണമല്ലോ. അപ്പോൾ നമ്മളത് വെരിഫൈ ചെയ്യാനും വേണ്ടിയിട്ട് നമ്മളിപ്പോൾ അവിടുന്ന് അത് കണ്ടു വെച്ചിട്ട് ഫോട്ടോ എടുത്തിട്ട് നമ്മളുകൊണ്ട് പോകുന്നു. എന്നിട്ട് അത് നമ്മൾ ഈച്ചുവിന് അയച്ചു കൊടുത്തിട്ട് ഓൻ പറഞ്ഞ് ഓക്കെ ഓൻ ലൈക്ക് അയക്കണ് എന്താണ് ഓനത് നോക്കി വെച്ച ഷൂ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഒരു സമാധാനമായി. അപ്പോൾ ആ ഷൂ നമ്മൾ വാങ്ങുന്നുണ്ട്, അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഞാനുള്ളത് ഞാൻ നബീലിനോട് പറഞ്ഞു എൻ്റെ അനിയന് ഒരു ഷൂ നോക്കണം. അപ്പോൾ ഈ എൻ്റെ അതേ സൈസാണ്. അപ്പോൾ ഈ ഒന്ന് നോക്കിയിട്ട് അതൊന്ന് എനിക്ക് പറ്റിയ ടൈപ്പ് ഷൂ ഏതൊക്കെയാണ്, എൻ്റെ അതേ മൈൻഡാണ് എൻ്റെ അനിയനും. അപ്പോൾ അത് നോക്കിയിട്ട് പറയാറ്. അപ്പോൾ നബീൽ ഓനക്ക് പറ്റിയൊരു ഷൂ എടുത്തിട്ടുണ്ട്. ഓൻ്റെ വിചാരം എൻ്റെ അനിയനാണെന്നാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അർഷിക്ക് വാച്ച് നോക്കാനും പോകണം. ഈ 3 പരിപാടിയും കഴിഞ്ഞ് നമ്മൾ നേരെ അനാൻ്റെ വീട്ടിൽ പോയിട്ട് തോൽക്ക് കൊടുക്കൂട്ടോ. അങ്ങനെയുണ്ട് രസമുണ്ട് കേട്ടോ.
ഇതാണ്ട് സെറ്റാ ഇത് രസം ഉണ്ടാവും. ഓന അയച്ചു കൊടുക്കുക, സർപ്രൈസ് ആയിട്ട് കൊടുക്കണമെങ്കിൽ ഓന അയച്ചു കൊടുക്കുക. അതല്ല ഓനെല്ലാം ഇടും. പിന്നെ എൻ്റെ ഓൻ്റെ ഒക്കെ കുട്ടിത്ത മൈൻഡ് ആയതുകൊണ്ട് ആ ഒരേ സൈസ്. എന്നാൽ അത് എടുക്കാൻ പറയണം ബോസ്. ഇത് പാക്ക് ചെയ്തോ. നമ്മൾ ഫസ്റ്റ് ഗിഫ്റ്റ് നമ്മൾ വാങ്ങിക്കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ കേട്ടോ. ഇതങ്ങനെയുണ്ട്. ഇത് മറ്റേ എല്ലാ പീഡിയക്കാരും പറഞ്ഞിട്ട് ടോപ്പാണ്, സൂപ്പറാണ് പറഞ്ഞു. ഇത് ടോപ്പാണ്, ഇത് സൂപ്പറാണ്. ഇത് ഇട്ട് കഴിഞ്ഞാണ്ടല്ലോ ഏത് ആൾക്കാരും ഒന്ന് നോക്കി പോകും. അതത്ര എന്നാ വാ ഇത് പാക്ക് ചെയ്തോ. ഫീമെയിൽ വോയിസിൽ വേണം. ആയക്കടലിന്റെ അങ്ങേ കരയിലായി നേരം വെളുക്കുന്ന മേട്ടിൽ അമ്പിളി മാമനെ പോലെന്റെ മാറില ഒട്ടി കിടക്കുന്നു മുത്തേ. ജസീമിന്റെ ഫീമെയിൽ വോയിസ് സൗണ്ട്. അടുത്തടുത്ത് അപ്പോൾ നമ്മളിതാ അനിയനും വേണ്ടിയിട്ടുള്ള ഷൂ വാങ്ങി. ഇനിയിപ്പോൾ നമ്മൾ നേരെ ഹനാന് നമ്മൾ കണ്ടുവച്ചിട്ടുള്ള ഷൂ എടുക്കാനും വേണ്ടിയിട്ട് പോകാൻ പോവാം കേട്ടോ. അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞിട്ട് എനിക്കൊരു വാച്ച് നോക്കാനുണ്ട്. എന്നിട്ട് നേരെ നമ്മൾ അനാൻ്റെ വീട്ടിൽ പോകും. അനാനിപ്പോൾ എന്താ വെച്ചാൽ ഒരു പ്രോഗ്രാമിലാണ്, നമ്മളെ നാടിൻ്റെ അടുത്ത് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് അവൻ വീട്ടിലേക്ക് ഏകദേശം ഒരു 1 hour കൊണ്ട് എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു 1 hour കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, ഈ വാച്ചും നോൻക്കുള്ള ഷൂവും കാര്യങ്ങളും എടുത്തിട്ട് നേരെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, അവൻ്റെ വീട്ടിൽ പോകാൻ പോവാണ്. എന്നിട്ട് അവിടുന്നേക്ക് നമ്മളിത് കൊടുക്കാൻ പോകണം കേട്ടോ. അപ്പോൾ നമുക്ക് പോവാം. അപ്പോൾ നമ്മൾ ഷൂസും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞ് നമ്മളിപ്പോൾ വാച്ചിൻ്റെ സെക്ഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വാച്ച് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം കേട്ടോ. നബീലിന് ഇതൊക്കെയാണ് ഇഷ്ടപ്പെട്ടത്, അർഷിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത്. അർഷിൻ്റെ വൈബ് ഇതാണ് കേട്ടോ ഈ വാച്ച്. ഇതിപ്പോൾ നോക്കണ ഞാനും ഇഷ്ടപ്പെടുന്നത് ഇതിൽ 4 ആൾക്കാരാണ്. അപ്പോൾ ആകെ കൺഫ്യൂഷൻ ആക്കി. ഇപ്പം എടുക്കൂലേട്ടാ, വെറുതെ അടിപ്പിച്ച. സൂപ്പർ മാർക്കറ്റിൽ കയറി അവിടെ ജ്യൂസ് കുടിച്ച അങ്ങനത്തെ ഓരോ പണിയാണോ. എന്നത് എടുത്തോട്ടോ, ഞാൻ ഇത് എടുക്കണില്ല. നബീലിന് ഇതാണ് രസം എന്നാണ് പറഞ്ഞത്, അർഷിതാണ് രസം എന്നാണ് പറഞ്ഞത്. എനിക്ക് അത് ഇഷ്ടപ്പെട്ടു. ആൾക്കാർ കമന്റിൽ പറയട്ടോ. അത് രസമല്ല, അത് ജസീമിൻ്റെ സെലക്ഷനാണ്. നിങ്ങൾ പറയും ഇതിലേതാ രസം. പക്ഷെ ഇതിൽ നമ്പേഴ്സൊക്കെ ഉണ്ടോ ഇതൊക്കെ. ഇത് പക്കാ ഒരു നോർമൽ സാധനമായില്ലേ. എന്റെ ഇഷ്ടം എടുത്തോ, ഞാൻ എന്റെ ഇഷ്ടം പറഞ്ഞേ. ഇതാണ് സെറ്റ്. ആൾക്കാർ പറയട്ടെ എന്നാൽ ഇതെടുക്കാം. ഇതാണോ രസം, അതെടുക്കാം. എന്റെ ഇഷ്ടം എടുക്കണം, എന്റെ ഇഷ്ടം എടുത്താൽ എനിക്കങ്ങനെ ഇഷ്ടമല്ല. എന്നിട്ട് പിന്നെ കുറച്ച് പിന്നെ അത് ഇത് അറിയണം. എന്നാ ഓക്കെ, ആ തന്നെ എടുക്കാം. അർഷിക്ക് ഇതെന്താ വെച്ചാൽ ഇതൊരു പട്ടവാച്ചിന്റെ മോഡലാ. ആ ആണ്. എന്നാ അത് എൻ്റെ ഈ വാച്ച് എടുത്താ. ഇത് ഞാനൊന്ന് കിട്ടി. റാഡല്ല റോഡോ. ഇതിന് കറക്റ്റാണോ കിട്ടുന്നത്. അതിനെ ഇതൊന്ന് ഞാൻ കെട്ടീനി. ആ ഈ അളവിലെടുക്കോ, ഈ അളവിൽ പട്ട കെട്ട. എനിക്ക് അങ്ങനെ ഞാൻ ഇപ്പോൾ പാൻറ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും പഴയ പാൻറ് കൊണ്ടുപോയി കൊടുത്തിട്ട് അതിന് ഷേപ്പ് ആക്കല. ചെയിന അല്ലേ. കണ്ണി കുറക്കാൻ മാറി. ഇതിപ്പോൾ എത്ര കൊടുക്കേണ്ടി വരും? ടൈറ്റ് ആക്കണ്ട, പറ്റ ടൈറ്റ് വേണ്ട. 3 എടുത്ത് നോക്കി, അല്ലെങ്കിൽ 4 നോക്കാം. അത് വെയിറ്റ് ഇല്ല, കുറവാ. നിങ്ങളൊന്ന് കൺഫ്യൂഷൻ ആക്കാതെ വെക്കുമോ, എന്തേലൊക്കെ എടുത്ത് പോട്ടെ. ഇവലിങ്ങനെ കേട്ടാ ഒരു 100 സെലക്ഷനേ കാരണം. എന്നാൽ ഇവലെ കൈമ വാച്ച് ഉണ്ടോ നോക്കി. അല്ല, വാച്ച് പറഞ്ഞു തരുന്ന ആൾക്കാരെ കൈമ വാച്ച് ഉണ്ടോ നോക്കി. ആ ചെക്കൻ്റെ കയ്യിൽ റാഡ് ഉണ്ട് എന്തെങ്കിലും പറയാം. എൻ്റെ അൾട്ര കെട്ടട്ടെ. ഇനിയിപ്പോ എനിക്ക് റീലിൽ ഇതിലൊക്കെ റീച്ച് ഉണ്ടാണെന്നുണ്ടെങ്കിലേ എനിക്കോ നബീലിനോ നിങ്ങൾ അറിയാത്ത മാതിരി നിൽക്കാം.
ഇതിന്നൊരു വാച്ച് വെച്ചിട്ട് ഞങ്ങൾ സെലക്ട് ചെയ്ത് വെക്കാം. ഞാൻ അതായത് സർപ്രൈസ് ആയിട്ട് അർഷിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞത്. ഞാൻ ഇവിടെ അപ്പുറത്ത് അറിയാത്ത മൈൻഡ് നിൽക്കാം. എന്നിട്ട് ജിന്നോട് തന്നെ വന്നിട്ട് എനിക്ക് അത് ഇഷ്ടമായത് നോക്കുക, എന്നിട്ട് ഞാൻ സെലക്ട് ചെയ്ത് തരാം. നാട്ടുകാരെ പറ്റിക്കുന്ന പരിപാടിക്ക് അസുഖം നിൽക്കൂല. നമ്മൾ റിയലിസ്റ്റിക് ആകണം. ഓഡിയൻസിനെ പറ്റിക്കുന്ന പരിപാടി നമുക്കില്ല. അർച്ചൊക്കെ ഫുൾ ഫേക്കാണ്. നിങ്ങൾ അടിച്ചോളി, നിങ്ങളത് ചെയിൻ കട്ട് ചെയ്തോളി. ഇപ്പം അത് പലതും പറയും. അപ്പോൾ അർഷിക്ക് പറ്റിയൊരു വാച്ച് ഇവിടെ ഉണ്ട് കേട്ടോ. CNG ഗ്യാസും കുറ്റിയോട് കൂടിയിട്ടുള്ള ഒരു സിറ്റിസൻ്റെ വാച്ച്. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഗ്യാസിൽ പ്രവർത്തിക്കുന്ന വാച്ച് തോന്നുന്നു. അപ്പോൾ ഇതാ നമ്മൾ വാച്ചിങ് കടൻ്റെ പുറത്തിറങ്ങിയിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഒരു പട്ട കട്ട് ചെയ്യാനും വേണ്ടിയിട്ട് ഒരു 15 മിനിറ്റ് എടുക്കും. അപ്പോൾ പുറത്തുനിന്ന് വെയിറ്റ് ചെയ്യാം, ഉള്ളിൽ വെയിറ്റ് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ ജസീമും അർഷിയും നബീലും അതിൻ്റെ ഉള്ളിൽ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് വാങ്ങാനുള്ളത് ഹനാനി നമ്മൾ കണ്ടുവച്ചിട്ടുള്ള ഷൂ ആണ്. അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോയിട്ട് സർപ്രൈസ് ആയിട്ട് ഇത് കൊടുക്കാനുള്ളൊരു പ്ലാനാണ് ഒരു വീട്ടിൽ പോയിട്ട്. അപ്പോൾ ഹനാനി ഞാൻ എല്ലാ വരവിലും ഓരോ ഗിഫ്റ്റ് കൊടുക്കണതാണ്. കൊടുത്താൽ തികയാത്തൊരു, അതായത് എത്ര കൊടുത്താലും നമുക്ക് ലൈക്ക് ആ ഒരു സംതൃപ്തി വരാത്തൊരു ആളാണ് ഹനാനി. നമുക്ക് എത്ര കൊടുത്താലും, കാരണം അത്രത്തോളം നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യത്തിലും. ഇപ്പോൾ നമ്മൾ ഓൻ്റെ സ്റ്റാർട്ടിങ് ടൈമിനാണെന്നുണ്ടെങ്കിലും ജസ്റ്റ് ലൈക്ക് ഒരു വീഡിയോ എടുത്ത് കൊടുക്കുന്ന പരിപാടിയാണെന്നുണ്ടെങ്കിലും നമ്മളാൽ കഴിയുന്നൊരു സംഭവം ഓന് ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഓന് ഇപ്പം എത്തി നിൽക്കുന്ന ആ ഒരു ലെവലാണെന്നുണ്ടെങ്കിലും ഓൻ്റെ കൂടെ നമ്മൾ സുഹൃത്തുക്കളെല്ലാവരും വളരണം എന്നുള്ള ആ ഒരു ചിന്തയിൽ തന്നെ നമ്മളെല്ലാവരും എത്രത്തോളം സപ്പോർട്ട് ചെയ്തിട്ട് ഉയർത്താൻ പറ്റുന്നുണ്ടോ അത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്ര ഗിഫ്റ്റ് കൊടുത്താലും തികയാത്ത ഒരാളാണ്. അതായത് നമുക്ക് സംതൃപ്തി വരാത്ത ഒരാളാണ് ഞാൻ. എത്ര കൊടുത്താലും നമുക്കൊരു മനസ്സിനൊരു സുഖം ഉണ്ടാവില്ല. ഇനിയും കൊടുക്കണം എന്നുള്ള ആ ഒരു ചിന്ത കയറി വരും. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത് ഇപ്പോൾ വ്ളോഗും കാര്യങ്ങളൊക്കെ തുടങ്ങിയ ശേഷം ഇപ്പോഴാണ് ആദ്യമായിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ നബീൽ വർഷം അതേപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ എന്ത് കാര്യത്തിനും, ഇപ്പോൾ നമ്മൾ ഹനാൻ്റെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ആണെന്നുണ്ടെങ്കിൽ ജിംഷാദിൻ്റെ ആണെന്നുണ്ടെങ്കിൽ എല്ലാവരുടെ വ്ളോഗും സിസ്റ്റമാറ്റിക്കലി വ്ളോഗിൻ്റെ ഉള്ളിലുള്ള സെറ്റിങ്സും മറ്റേ പേഴ്സണലൈസേഷനും കാര്യങ്ങളും എല്ലാം മാനേജ് ചെയ്യുന്ന അർഷിയാണ്. അപ്പം എന്ത് കാര്യത്തിനും യൂട്യൂബ് ആണെന്നുണ്ടെങ്കിലും എന്ത് ടെക്നോളജിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും നമ്മളെല്ലാത്തിനും സഹായിക്കുന്ന അർഷിയാണ്. പിന്നെ നബീലാണെന്നുണ്ടെങ്കിലും നമ്മുടെ കൂടെ എല്ലാത്തിനും, ഇപ്പോൾ ഞാൻ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ എല്ലാത്തിനും എന്തിനും ഏത് ടൈമിനും പാതിരാത്രിക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഇറങ്ങി വരുന്ന ഒരാളും കൂടിയാണ്. അപ്പോൾ ഓരും കൂടി ഡിസേർവിങ് ആണെന്ന് തോന്നി. അപ്പം ഓർക്കും കൂടി ഈ ഒരു ഗിഫ്റ്റ് കാര്യങ്ങൾ കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ നമ്മളുടെ ഈ ഒരു വ്ളോഗ് ഉണ്ടല്ലോ, നമുക്ക് ഏകദേശം ഞാനിപ്പോൾ നാട്ടിൽ വന്നതിന് ശേഷമാണ് സീരിയസ് ആയിട്ട് വ്ളോഗിങ് തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഞാൻ നാട്ടിൽ എത്തിയത് ഡിസംബർ ഒരു 18-17 ആ റേഞ്ചിലാണ്. ഞാൻ ഓർക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഡിസംബർ 22-നാണ് ഞാൻ നാട്ടിൽ എത്തിയതിന് ശേഷമുള്ള ഫസ്റ്റ് വ്ളോഗ് ഞാൻ ചെയ്യുന്നത്. ആ ഫസ്റ്റ് വ്ളോഗ് മുതൽ ഞാൻ ഏകദേശം ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസം 15 ദിവസം 14 ദിവസം ആയിരിക്കും. ഏകദേശം ഒരു 50 ദിവസം കൊണ്ട് എൻ്റെ ഈ ഒരു വ്ളോഗിങ് ചാനൽ 6000 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ളൊരു ഇതിൽ നിന്ന് നേരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, 64,000-65,000 സബ്സ്ക്രൈബേഴ്സൊക്കെ എത്തിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഓരോരുത്തരും നമ്മളെ അത്രയും കണ്ടറിഞ്ഞ് സപ്പോർട്ട് ചെയ്യണതുകൊണ്ടാണ്. അതുകൊണ്ട് എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ നന്ദിയുണ്ട്. കാരണം ഈ ഒരു സ്നേഹം എപ്പോഴും കൂടെ ഉണ്ടാവണം. നമുക്കും തിരിച്ചെല്ലാവരോടും ആ സ്നേഹം എപ്പോഴും കൂടെ ഉണ്ടാവും. അപ്പോൾ ഒന്നും പറയാനല്ല, ഇനിയിപ്പോൾ നാളെ പോവുകയാണ്. ആ പോണ കുറച്ച് വെത്തപ്പാടും ടെൻഷനും സങ്കടവും, പിന്നെ അവിടെ ചെക്കന്മാരുണ്ട്, അവിടുത്തെ കാര്യങ്ങൾ അങ്ങനെ വൈബാണ്. പിന്നെ ഒരു 2 ആഴ്ച അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്തായാലും ലെവലാവും. അപ്പോൾ പോകുമ്പോൾ ചെക്കന്മാർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്തു പോകണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഈ ഒരു വ്ളോഗ് ഞാൻ ചെയ്യണത്. അപ്പോൾ ഇപ്പോൾ ആ വാച്ചിങ് കടൻ്റെ മുന്നിലുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും ഈ പട്ട കാര്യങ്ങൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഹനാനുള്ള ഷൂവും കൂടി നോക്കാൻ വേണ്ടിയിട്ട് പോവാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ നാട്ടിലേക്ക് വിട്ടിട്ട് ചെക്കന്മാരൊക്കെ സർപ്രൈസ് ആയിട്ട് ഇത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ വാച്ചും കാര്യങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ എന്ത് ചെയ്യാം, ഹനാനുള്ള ഷൂസ് അത് നോക്കാൻ വേണ്ടിയിട്ട് പോകാം. അത് കഴിഞ്ഞ് നമ്മൾ നേരെ കൂറ്റമ്പാറയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ലെറ്റ്സ് ഗോ. നബീലാണ് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ഡ്രൈവർ. അപ്പോൾ നമ്മൾ നേരത്തെ വാച്ചും കടയിൽ പോയിട്ട് വാച്ചും കാര്യങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ഹനാന് വേണ്ടിയിട്ടുള്ള ഷൂസ് വാങ്ങാൻ വേണ്ടിയിട്ട് അഡിഡാസിൻ്റെ മുന്നിലാണ് ഇപ്പോൾ ഉള്ളത്. അത് നമ്മളെ വണ്ടി നേരെ അറച്ച് പാർക്ക് ചെയ്ത് കണ്ട് എന്നോട് പറഞ്ഞു, എടാ നിങ്ങൾ പോയിട്ട് വാങ്ങടാ, ആ ടൈമിൽ എനിക്ക് റെസ്റ്റ് ചെയ്യാലോടാ, വണ്ടി അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി കുത്തും. അപ്പം പിന്നെ പറഞ്ഞിട്ട് കാര്യം അർഷിൻ്റെ ടാക്ടിക്സ് അങ്ങനെയാണ്, ഉറങ്ങാനും വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ നിർബന്ധിക്കില്ലല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞാൽ, എവിടെയെങ്കിലും പോയിട്ട് കുത്തിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ മരിച്ചും. അപ്പോൾ നിങ്ങൾ പോയിട്ട് വാങ്ങ്, ആ ഗ്യാപ്പിൽ ഞാൻ ഉറങ്ങട്ടെ പറഞ്ഞിട്ട് ഉറങ്ങാം കേട്ടോ. നീച്ചു വാ,
നീച്ച് വാ നീച്ച്. ജസീം എത്തിയിട്ടുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോഴിക്കോടേക്ക് ഇന്നലെ വന്നത് 3 വണ്ടി. ഇത് നബീലിൻ്റെ വണ്ടി, ഇത് അർഷിൻ്റെ വണ്ടി, അത് നബീലിൻ്റെ വണ്ടി, ജസീമിൻ്റെ വണ്ടി. അപ്പോൾ ഇപ്പോൾ നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോകായതുകൊണ്ട് 3 വണ്ടി എടുക്കേണ്ട അവസ്ഥയായി. ഇതുവരെ നമ്മൾ ഒറ്റ വണ്ടിയിലാണ് ഇറങ്ങിയത്, ബാക്കി 2 നിർത്തിയിട്ടേക്കാനി. ഇപ്പോൾ ഓരോരുത്തർ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് പോയി. ഇനി 3 വണ്ടിയില്ല, 4 വണ്ടിയിലായിട്ടാണ് പോണത്. രാജകീയമായ ഒരു പോക്കാണ് നമ്മൾ കുറ്റമ്പാറയ്ക്ക് പോണത്. അപ്പോൾ നമ്മളെ ഷൂസ് ഇവിടെ ഉണ്ട്. ഷൂസ് ഞാൻ തരാമോ? നിങ്ങൾക്ക് കാണിച്ചു തരുന്നില്ല, എന്നാലും ഞങ്ങൾ അവസാനം വരെ ഇരുന്ന് കാണുള്ളൂ. അപ്പം ഷൂസ് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. വെറൈറ്റി ആയിരുന്നു ഈ ഒരു ഷൂസ് കണ്ടിട്ട്. അനാൻ്റെ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കി നോക്കാം. നമുക്ക് എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ പോയിട്ട് പൈസയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഞാൻ എന്താ ചെയ്യുക, കവറും കൊണ്ട് ഇറങ്ങാം കേട്ടോ. അപ്പോൾ നമ്മൾ ഷൂസ് വാങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ സർപ്രൈസ് കൊടുക്കാനും വേണ്ടിയിട്ട് പോവാണ്. എൻ്റെ ചെറുക്ക ഉറക്ക ക്ഷീണത്തിലാട്ടോ. അർച്ച നേരത്തെ പറയാനേ ജസീമേ, അർച്ച നേരത്തെ പറയേ എടാ ഉറക്കത്തുനിന്ന് നീച്ചടാ, നമുക്ക് പോവാ, ഉള്ളിൽ കയറിയിട്ട് ഷൂസ് വാങ്ങാറുണ്ട്. അർച്ചനോട് പറയേ എടാ ഞാൻ ഉറങ്ങിയിട്ടില്ലെങ്കിൽ വണ്ടി എവിടെയെങ്കിലും പോയി കുത്തും, പിന്നെ എന്നോട് പറഞ്ഞിട്ട് കാര്യമല്ല, ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. എന്തൊരു ഭീഷണിയാജി അങ്ങനെയൊക്കെ പറഞ്ഞ ആരെങ്കിലും വിളിച്ചു ഉറക്കത്തുനിന്ന്? അഭിനയിച്ചാണ് മരിക്കുക. അർഷിക്ക് പിന്നെ ഇങ്ങനെ തിന്നണം എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ ഫുൾ ഓണാണ്. ചായ, കടി, എണ്ണക്കടി, മറ്റേ സമൂസ, പഴംപൊരി, കട്ട്ലറ്റ്, മിച്ചറ്, വാഴക്കപ്പൊരി, കക്കപ്പൊരി, പുളപ്പൊരി. വൈകുന്നേരം ആയാലും ഒരു ചായ അല്ല, വൈകുന്നേരം ആയാലും ഒരു 10 ചായ. അപ്പം ഇനി നമ്മൾ നേരെ ഇതൊക്കെ കൊണ്ട് നമ്മൾ അനുവിൻ്റെ പെരിയിൽ പോയിട്ട് നമ്മളിതൊന്ന് കൊടുത്തിട്ട് അവിടുന്ന് കേൾക്കാരും നമ്മളെ ബാക്കി വിഷ്വൽസും കാര്യങ്ങളൊക്കെ വരാൻ പോണത്. അപ്പോൾ നമ്മൾ ആദ്യം കോഴിക്കോട് നിന്ന് എസ്കേപ്പ് ആവട്ടെ, കാരണം ഇവിടുന്ന് എങ്ങനെ പോയിട്ടുണ്ട് എസ്കേപ്പ് ആയി കിട്ടണില്ല. ഇവിടുത്തെ ഈ ബ്ലോക്കിൽ കുടുങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കാന്നല്ലാതെ നാട്ടിൽ കണ്ട് എത്തണില്ല. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യാണ്, ഇതൊക്കെ വണ്ടി കയറ്റിയാണ് നമ്മൾ ആദ്യം നാട്ടിൽ കണ്ട് പോട്ടെ. നമുക്ക് ബാക്കി വിഷ്വൽസ് അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം.